തിരുസഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആനന്ദം എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ പ്രിയപ്പെട്ട തോമസ് അറയ്ക്കൽ സാറ് നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സഭ ഏറെ വിമർശനങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥ സത്യത്തെ അന്വേഷിക്കാനും കണ്ടെത്താനും അൽമായ നേതൃത്വം നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. ഈ ആനന്ദം യൂട്യൂബ് ചാനലിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനാണ് ഈ പരിശുദ്ധ അമ്മയുടെ കപ്പളയുടെ മുമ്പിൽ ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഡിസംബർ 25 അഭിമന്യ തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് ആശീർവദിച്ച ആനന്ദം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ യൂട്യൂബ് ചാനൽ ആരംഭിക്കുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ സുദിനം എന്ന് പറയാൻ യേശുക്രിസ്തുവിൻ്റെ പിറവി തിരുനാളും അതോടൊപ്പം എൻ്റെ ഒരു ജന്മദിനവും കൂടിയാണ്. ഇന്ന് ഈ സുന്ദര സുദിനത്തിൽ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ ആരംഭിക്കുന്ന ഈ ആനന്ദം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആനന്ദം എന്ന പേര് ഈ യൂട്യൂബ് ചാനലിന് വരാൻ കാരണം ഈ ലോകത്തിൻ്റേതായ ആനന്ദങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനന്ദം തിരുസഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ആനന്ദത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ചാനലിന്, ഈ മീഡിയയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഇതാണ്: സഭയ്ക്കും സഭയുടെ വിശ്വാസത്തിനുമെതിരെ കടന്നു വരുന്ന എല്ലാ ആക്ഷേപങ്ങൾക്കും ദുരാരോപണങ്ങൾക്കും മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ മുഖ്യമായ ലക്ഷ്യം. സഭാപിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ക്രൈസ്തവ വിശ്വാസത്തെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും അവഹേളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയ്ക്ക്, കത്തോലിക്ക തിരുസഭയിലെ ഒരു അംഗമെന്ന നിലയ്ക്ക് സഭയുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ഈ ചാനൽ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന തിന്മകൾക്കെതിരെ ഈ ചാനലിലൂടെ ഞങ്ങൾ സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചാനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്ത് ഇത് ജനസമൂഹങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉദ്ഘാടന സുദിനത്തിൽ തലശ്ശേരി അതിരൂപതയെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് അഭിമന്യ പാമ്പ്ളാനി പിതാവിൻ്റെ പ്രവർത്തനങ്ങളെ ജനസമക്ഷം ഞാൻ സമർപ്പിക്കുകയാണ്. കാരണം തലശ്ശേരി അതിരൂപത ഈ വർഷം ദീപികാരുണ്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രൂപതയിലെ എല്ലാ ഇടവകളിലും പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ഭക്തിയും തീക്ഷ്ണതയും വർദ്ധിച്ചു വരുമാറ് എല്ലാവിധ പ്രവർത്തനങ്ങൾ ഓരോ ഇടവകയിലും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ചെമ്പേരിയിൽ വെച്ച് നടത്തിയ മാതാവിൻ്റെ തീർത്ഥാടനം, ചെമ്പേരി ദേവാലയത്തിലേക്ക് വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു തീർത്ഥാടനമായിരുന്നു അത്. അതുപോലെ തന്നെ തോമാപുരത്ത് വെച്ച് നടത്തിയ ദീപികാരുണ്യ പ്രദക്ഷിണം ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. ഈ ഒരിക്കൽ കൂടി ഈ ചാനലിലൂടെ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ പിന്തുണയുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.